അസ്സലാമലൈക്കും. വലൈക്കും സ്ലാം. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, എല്ലാ ചികിത്സയിലും നമുക്ക് ആ രോഗം നിർണ്ണയിക്കുന്നത് ടെസ്റ്റുകൾ, ലാബ് ടെസ്റ്റുകൾ വഴിയാണ്. അപ്പം എന്തുകൊണ്ടാണ് അക്യുപഞ്ചറിൽ നമ്മൾക്ക് ലാബ് ടെസ്റ്റുകളൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് രോഗം നിർണ്ണയിക്കാം? അതുകൊണ്ട് എങ്ങനെയാണത് നമുക്ക് അത്രത്തോളം ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഒട്ടും അത് ശരിവെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ശരിയാണ്, പൊതുവെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇവർ പ്രമേഹ രോഗനിർണ്ണയം എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. രോഗമാണോ അവർ നിർണ്ണയിക്കുന്നത്? ഒരിക്കലുമല്ല. ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന രോഗം, തലവേദനയായിക്കോട്ടെ, കണ്ണുവേദനയായിക്കോട്ടെ, ചെവി വേദന, ഇങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വ്യത്യസ്തങ്ങളായ വേദനകളുണ്ട്. ഈ വേദന നിർണ്ണയിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ വേദന അളക്കാൻ പറ്റുമോ? രോഗനിർണ്ണയം എന്ന് പറഞ്ഞ് ഇവർ ശരിക്കും ചെയ്യുന്നത് ഒരിക്കലും രോഗം അല്ല നിർണ്ണയിക്കുന്നത്. ഇപ്പോൾ ഷുഗറിൻ്റെ അളവ് ഒരാൾക്ക് 350 ഉണ്ട്. ആ 350 എന്നൊരു രോഗമാണോ? ഒരിക്കലും രോഗമല്ല, അതൊരളവാണ്. ഏതുപോലെ ഒരാളുടെ ശരീരത്തിന് ഉയരമുണ്ട്, ഒരാൾക്ക് ഭാരമുണ്ട്, അങ്ങനെ ശരീരത്തിൽ ഓരോ അവയവങ്ങൾക്കും വലുപ്പങ്ങളുണ്ട്. ഇത് അളക്കുന്നത് പോലെ ഒരു അളവ്. ഇപ്പോൾ ഒരാളുടെ ഉയരം, അത് ഒരുപക്ഷെ മാറ്റങ്ങൾക്ക് വിധേയമാവില്ല, എപ്പോഴും ഒരേ ഉയരമായിരിക്കും. ശരീരഭാരം എപ്പോഴും മാറിക്കൊണ്ടിരിക്കാം. ഒരാൾ ആഹാരം കൂടുതൽ കഴിക്കാം, അല്ലെങ്കിൽ ജോലിഭാരം ഉണ്ടാകാം, രോഗങ്ങൾ വരുമ്പോൾ ശരീരഭാരം കുറയാം. ഇതേപോലെ എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന അളവുകളാണ് ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ. പ്രഷറിൻ്റെ അളവ് ഓടുമ്പം ഒന്ന് കൂടും, ടെൻഷൻ അടിക്കുമ്പം കൂടും, അല്ലെങ്കിൽ ഭയപ്പെടുമ്പം കൂടും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഇതേപോലെ ആഹാരം കഴിക്കുമ്പം ആഹാരത്തിൻ്റെ അളവ് കൂടിയാൽ ഷുഗറിൻ്റെ അളവ് കൂടും. ഇതൊന്നും രോഗമല്ല. അപ്പോൾ നമ്മൾ അക്യുപഞ്ചർ ചികിത്സയിൽ രോഗമാണ് ചികിത്സിക്കുന്നത്, അലോപ്പതി ചികിത്സ രോഗമല്ല ചികിത്സിക്കുന്നത്. പല അളവുകളെയും ഇത് രോഗമാണെന്ന് പറഞ്ഞ് അതിനെ ചികിത്സിക്കുക ചെയ്യുന്നത്. ആ രീതിയിൽ ചികിത്സിച്ചാൽ രോഗം ഒരിക്കലും മാറില്ല. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പ്രമേഹ രോഗിക്ക് ഷുഗർ പരിശോധിച്ച് 350 കണ്ടെത്തി. ഇനി അയാൾ മരുന്ന് കഴിച്ച് ആ 350-ന് എത്ര കാലം മരുന്ന് കഴിച്ചാൽ രോഗം മാറും? ഇവിടെ കേരളത്തിൽ 1.5 കോടി പ്രമേഹ രോഗികളുണ്ടെന്ന് കണക്ക് പറയുന്നു. ഈ 1.5 കോടി രോഗികളിൽ ആർക്കെങ്കിലും പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ട് പ്രമേഹം മാറിയിട്ടുണ്ടോ? മരുന്ന് ഒരിക്കലും കഴിക്കൽ ആവശ്യമില്ലാത്ത അവസ്ഥയിലേക്ക് വരുന്നുണ്ടോ? ഒരിക്കലുമില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, രോഗങ്ങളല്ല ചികിത്സിക്കുന്നത്. ഈ ചികിത്സയിൽ കുറേ അളവുകൾ വെച്ച് ചികിത്സിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഈ അളവുകളൊന്നും രോഗങ്ങളുമല്ല. അപ്പോൾ കുറേ ഊഹാപോഹങ്ങൾ. എന്താ ഊഹാപോഹം? ഷുഗറിൻ്റെ അളവ് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ കിഡ്നി തകരാറിലാവും, ആന്തരിക അവയവങ്ങൾ തകരാറിലാകും എന്ന ഒരു പ്രചരണവും ഈ പ്രചരണത്തിന് അടിസ്ഥാനപ്പെടുത്തി ചികിത്സിക്കുക ചെയ്യുന്നത്. ഇത് വെറും ഒരു ഊഹാപോഹം മാത്രമാണ്. എന്താണ് ഊഹാപോഹം എന്ന് പറയാൻ കാരണം? ഷുഗർ ലെവൽ 300, 350 ഉള്ള ഒരു ആരോഗ്യ പ്രശ്നമുള്ള ഒട്ടേറെ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഇവരൊരു ആരോഗ്യ പ്രശ്നം അനുഭവിക്കുന്നില്ല. രോഗനിർണയം എന്നൊരിക്കലും പറയാൻ കഴിയുന്നില്ല ഷുഗർ പരിശോധന. കാരണം രോഗമല്ല നിർണ്ണയിക്കുന്നത്. രോഗം എന്ന് പറഞ്ഞതാണ് അസ്വസ്ഥതകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ രോഗം നിർണ്ണയിക്കുന്നില്ല, കുറേ അളവുകൾ. ഈ അളവുകളൊന്നും രോഗങ്ങളുമല്ല. ഈ അളവുകൾ ചികിത്സിക്കുക എന്നുള്ളത് രോഗമല്ലാത്ത അവസ്ഥ ചികിത്സിക്കുക എന്ന് പറഞ്ഞൊരവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും രോഗനിർണ്ണയം സംഭവിക്കുന്നില്ല ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് രോഗം മാറാണ്ടാവുകയും ചെയ്തത്. ഇപ്പോൾ തലവേദന ചികിത്സയിൽ മാറും, കാരണം രോഗമാണത്. ഇപ്പോൾ ഒരാൾക്ക് 48 കിലോ വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 68 കിലോ വെയിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 100 കിലോ വെയിറ്റ് ഉണ്ട്. ഇത് രോഗമാണെന്ന് പറഞ്ഞാൽ ചികിത്സ മാറില്ല. അത് ഒരുപക്ഷെ ആഹാരം ക്രമീകരിച്ചാൽ കുറഞ്ഞേക്കാം. പക്ഷേ ഒരാൾക്ക് 6 അടി ഉയരമുണ്ട്, ഇത് ചികിത്സ ചെയ്താൽ മാറുമോ? ഇല്ല. ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്. ഇതിൻ്റെ ഉയരമോ ഭാരമോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അളവുകളോ രോഗങ്ങളാണെന്ന് പറയുന്നത് വെറും ഒരു അബദ്ധം മാത്രമാണ്. രോഗകാരണമാണെന്ന് പറയുന്നതും അബദ്ധം മാത്രമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം പ്രമേഹം 350, 400 ഒരു അസ്വസ്ഥയില്ലാത്ത ആളുകളുണ്ട്. അപ്പോൾ 400 ഷുഗർ കൂടിക്കഴിഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് വെറും അന്ധവിശ്വാസം മാത്രമാണ്. കാരണം അയാൾക്കൊരു അസ്വസ്ഥതയില്ല. അസ്വസ്ഥയില്ലാത്ത ആളുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ഷുഗർ ലെവൽ കൂടുന്നത് രോഗമാണെന്ന് പറഞ്ഞ വെറും ഒരു അന്ധവിശ്വാസം മാത്രമാണ്. ആ അന്ധവിശ്വാസമൊക്കെ മാറ്റി നിർത്തി ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ രോഗം ചികിത്സ സുഖപ്പെടും. ഇപ്പോൾ ചോദ്യം എന്തായിരുന്നു? രോഗനിർണയം നടത്തുന്നില്ല. ഞങ്ങളെ രോഗനിർണയം നടത്തുന്നുള്ളൂ. അലോപ്പതി ചികിത്സ രോഗനിർണയമില്ല. കുറേ ഊഹാപോഹങ്ങളാണുള്ളത്. തൈറോയ്ഡ് വർദ്ധിച്ചു, അത് കുറക്കാൻ മരുന്ന്. കൊളസ്ട്രോൾ വർദ്ധിച്ചു, അത് കുറക്കാൻ മരുന്ന്. പ്രഷർ വർദ്ധിച്ചു, അത് കുറക്കാൻ മരുന്ന്. ഷുഗർ വർദ്ധിച്ചു, കുറക്കാൻ മരുന്ന്. യൂറിക് ആസിഡ് വർദ്ധിച്ചു, കുറക്കാൻ മരുന്ന്. എന്നുവെച്ചാൽ ഈ അളവുകളൊന്നും തന്നെ രോഗങ്ങളല്ല, കുറേ അളവുകൾ മാത്രമാണ്. ഈ അളവുകൾ വർദ്ധിച്ച രോഗമുണ്ടാകും. ഇതൊക്കെ രോഗമാണെന്ന് ഊഹിക്കുകയും അത് കുറക്കാൻ വേണ്ടി ചികിത്സിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു രോഗിക്ക് എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ ആ അസ്വസ്ഥ ചികിത്സയിൽ പൂർണ്ണമായി സുഖപ്പെടും.
ഇപ്പം രോഗനിർണയമല്ല ഇവർ നടത്തുന്നത്. അതുകൊണ്ടാണ് രോഗികൾക്ക് രോഗം മാറാണ്ടാവുന്നത്. രോഗം നിർണയിച്ച് ചികിത്സിച്ചാൽ രോഗം പൂർണ്ണമായി സുഖപ്പെടും. രോഗം എങ്ങനെ നിർണ്ണയിക്കാൻ പറ്റും? രോഗം ആർക്കും നിർണ്ണയിക്കാൻ കഴിയില്ല. ഒരാൾക്ക് തലവേദന ഉണ്ടെങ്കിൽ അയാൾക്ക് മാത്രമേ തലവേദന അറിയാൻ കഴിയുള്ളൂ. അത് മാറിയെന്നും അയാൾക്ക് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അപ്പം തലവേദന ഉണ്ടെന്ന് ആർക്ക് നിർണ്ണയിക്കാൻ കഴിയുള്ളൂ? ആ വ്യക്തിക്ക് മാത്രമേ തലവേദന നിർണ്ണയിക്കാൻ കഴിയുള്ളൂ. ഒരാൾക്ക് ചെവി വേദനയുണ്ട്, കാലുവേദനയുണ്ട്, ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് വേദനയുണ്ട്, കിതപ്പുണ്ട്, ശ്വാസം മുട്ടലുണ്ട്, ഇതൊന്നും ആർക്കും നിർണ്ണയിക്കാൻ കഴിയില്ല. ആ രോഗിക്ക് മാത്രമേ അത് അനുഭവിച്ച് എനിക്കിങ്ങനെ പ്രയാസമെന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ ആ അറിവിൽ വെച്ച് ചികിത്സിക്കുമ്പോൾ അതിന് പ്രയാസം മാറും, രോഗം മാറും. അതിന് പകരം ഇന്ന് രോഗമേ അല്ലാത്ത അവസ്ഥ രോഗമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് മരണം വരെ മരുന്ന് കഴിക്കുന്ന അവസ്ഥയിപ്പോഴുള്ളത്. അതുകൊണ്ടാണ് രോഗങ്ങളൊന്നും മാറാതാവുന്നത്. ഇപ്പം ഒരു രോഗിക്ക് രോഗം മാറുന്നില്ല. എന്താ കാരണം? രോഗം ചികിത്സിക്കുന്നില്ല. ചികിത്സിക്കുന്ന രോഗത്തിനല്ല, ചികിത്സ മറ്റേതോ അളവിലാണ്. ഊഹാപോഹങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അലോപ്പതി വൈദ്യശാസ്ത്രം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് രോഗങ്ങളൊന്നും മാറാണ്ടാവുന്നത്. യഥാർത്ഥ രോഗാവസ്ഥ കൃത്യമായി നിർണ്ണയിച്ച് ആ രോഗം മാറാൻ അക്യുപഞ്ചർ ചികിത്സിക്കുമ്പോൾ ഈ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ടെസ്റ്റ് റിപ്പോർട്ട് ആവശ്യമില്ല. അപ്പോൾ അത് ഒഴിവാക്കി, ഊഹങ്ങളൊക്കെ ഒഴിവാക്കി രോഗിയുടെ രോഗത്തെ നേർക്കുനേരെ കണ്ട് അതിന് ചികിത്സിക്കുമ്പോൾ രോഗം പൂർണ്ണമായി സുഖപ്പെടും. ഇതാണ് അക്യുപഞ്ചർ ഫോളോ ചെയ്യുന്നത്. അതല്ലേ നമുക്ക് ആവശ്യമുള്ളത്. മറ്റൊരു രോഗം മാറാത്ത അവസ്ഥ ഉണ്ടാകുന്നു, അത് നമുക്ക് പ്രയോജനമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പം രോഗം മാറിയോ ഇല്ലോ എന്ന് രോഗിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അളക്കാൻ കഴിയില്ല, ഒരു രോഗം അളക്കാൻ കഴിയില്ല. ഏതെങ്കിലും രോഗം അളക്കാൻ കഴിയുന്ന ആർക്ക് അഭിപ്രായം ഉണ്ടോ? തലവേദന, ശ്വാസം മുട്ടൽ, ചൊറിച്ചൽ, ഉറക്കമില്ലായ്മ, വയറുവേദന, നെഞ്ഞിടിപ്പ്, കിതപ്പ്, മാസമുറ സംബന്ധമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും അളക്കാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീകളോ പുരുഷന്മാരോ കുട്ടികളോ അനുഭവിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നം അളക്കാൻ പറ്റുന്നില്ല. അളക്കുന്നത് മറ്റെന്തൊക്കെ അളവുകളാണ്. അതൊന്നും രോഗങ്ങളല്ല, അത് രോഗങ്ങളാണെന്ന് ഊഹിക്കുകയും ഈ ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൽകുന്ന ചികിത്സകളാണ് അലോപ്പതി നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഊഹത്തിൻ്റെ അടിസ്ഥാന ചികിത്സ ഒഴിവാക്കി കൃത്യമായ രോഗത്തിൻ്റെ അടിസ്ഥാന ചികിത്സിക്കുകയും രോഗം സുഖപ്പെടുകയും ചെയ്യുക എന്നുള്ളതാണ് അക്യുപഞ്ചർ ഫോളോ ചെയ്യുന്നത്. ഓക്കെ.